ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടോണി ചായനെതിരെയുള്ള ഭയങ്കര ക്യാമ്പയിൻ പോലൊക്കെയാണ്. ഇത് കണക്കുണ്ടെങ്കിൽ ടോണി ചായൻ പറ്റിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ടോണി ചായനല്ല ആൾക്കാർക്ക് വീഡിയോ വെച്ച് കൊടുക്കുന്നത് ഗവൺമെൻറ് ആണ്. എന്നിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞുള്ള രീതിയിലാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതിൽ ഒരു വെട്ടം ഉണ്ടെങ്കിൽ ഇത് കണക്കൊരു വീട്ടിലുള്ളവർക്ക് പൈസ കൊടുത്തതേ ഉള്ളായിരുന്നു. പക്ഷെ അത് വീട് വെച്ച് കൊടുത്തത് ഗവൺമെൻറ് പദ്ധതിയായിരുന്നു. പക്ഷേ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇത് കണക്കുണ്ടെങ്കിൽ ടോണി ചാൻ ആയിരിക്കും എന്നാണ്. അതിനെ തുടർന്നാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ടോണി ചായൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു വീടും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനിയുണ്ടെങ്കിൽ ചാരിറ്റി ഇല്ലെന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലായിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് അങ്ങനെ ചാരിറ്റി ഒന്നും ചെയ്യത്തില്ല. വളരെ കുറവ് ആൾക്കാരാണ്. ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഇത് കണക്കുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്കത്തുള്ള വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കും, നിങ്ങളാണ് കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇത് കണക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ അവസരം ഉണ്ടാക്കരുത്. ഒരുപാട് പേര് ചാറ്റ് ഒന്നും ചെയ്യുന്നില്ല, വളരെ കുറവ് ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരും ഉണ്ടെങ്കിൽ ഇത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് കാരണം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.